ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ചയാക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അടക്കമുള്ളവർ ഉയർത്തിയ വലിയ വിവാദവും, അതിൽ തൊട്ടു പിന്നാലെ വന്നിരിക്കുന്ന മറ്റൊന്നാണ് 370-ാം വകുപ്പ്, കാശ്മീരിൻ്റെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിനെ ധ്വനിപ്പിക്കുന്ന തരത്തിലാണ് BJP അവരുടെ സീറ്റിൻ്റെ എണ്ണം പറഞ്ഞിരിക്കുന്നത്. 370 സീറ്റ് വേണമെന്ന് നരേന്ദ്രമോദി അടിക്കടി പറയുമ്പോൾ 370 എന്നുള്ള സംഖ്യ കാശ്മീരിലെ 370 എടുത്തു കളഞ്ഞ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിൻ്റെ ഓർമ്മ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇതാ പൗരത്വ ഭേദഗതി നിയമം എത്തിക്കുന്നു. ഈ പൗരത്വ ഭേദഗതി നിയമം ഒരു പ്രധാന ആയുധമാക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു ഈ നിയമം ഇവിടെ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന്. അമിത്ഷാ പറഞ്ഞത് ഈ നിയമം ഈ രാജ്യത്ത് ആദ്യം നടപ്പാക്കുന്നത് പശ്ചിമ ബംഗാളിലായിരിക്കും. കാരണം പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും മറ്റും കുടിയേറി വന്നിരിക്കുന്ന ഈ പറയുന്ന 5 മതവിഭാഗങ്ങളിൽ പെടാത്തവർ ഉള്ളത്, റോഹിംഗ്യ മുസ്ലിങ്ങൾ അടക്കമുള്ളവർ. നമ്മൾ ഒരു വാർത്ത നൽകിയിരുന്നു, ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത നൽകിയിരുന്നു റോഹിംഗ്യ മുസ്ലിങ്ങളെ പുറത്താക്കി തുടങ്ങിയെന്ന്. ഏതായാലും ഇപ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ ഇനി പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി മുൻപോട്ട് പോവുകയുള്ളൂ. ഏതായാലും മമതാ ബാനർജി ഒരു സമരത്തിന് ആഹ്വാനം നൽകി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ഇതിനെ എതിർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു തങ്ങൾ അധികാരത്തിൽ വന്നത് ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അടക്കമുള്ള സ്ലീപ്പർ സെല്ലുകൾക്ക് വീണ്ടും ഒരു കടന്നുകയറ്റം, അതായത് മുസ്ലിം സമുദായത്തിനിടയിലേക്ക് കടന്നു കയറാൻ ഒരു നല്ല അവസരം കൂടി തുറന്നു കിട്ടുന്നു. പക്ഷേ ഈ അവസരം എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളത്, കാരണം ഇത് ഇനി ഒരു വലിയ സമരമായി എത്താനുള്ള സാഹചര്യമാണ് ഇപ്പോൾ. അത് രണ്ടാം പൗരത്വ ഭേദഗതി സമരം മുൻപ് പ്ലാൻ ചെയ്തിരുന്നതാണ്. അന്ന് SDPI അടക്കമുള്ള സംഘടന അത് പ്ലാൻ ചെയ്തിരുന്നതാണ്. വീണ്ടും അത് രണ്ടാമത് വരാനുള്ള ഒരു സാഹചര്യം രാജ്യത്ത് സംജാതമാക്കിയെടുക്കാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം തന്നെ ചില മതമൗലികവാദികൾ സംഘടനകളും ശ്രമിക്കുന്നുണ്ട്. അത് കാരണം മറ്റൊന്നുമല്ല, കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്താനായി പുതിയ പ്രതിഷേധങ്ങളോ ആരോപണങ്ങളോ ഇല്ല. കർഷക സമരം കൊണ്ടുവന്നു, കർഷക സമരം ചീറ്റിയ ഒരു സാഹചര്യത്തിലാണ് ഇവിടെയാണ് പൗരത്വ ഭേദഗതി നിയമവുമായി രംഗത്തെത്തുന്നത്. പക്ഷേ ചില മുസ്ലിം സംഘടനകൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തങ്ങൾ ഇതുമായി തെരുവിലിറങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന്. കാരണം നമുക്കറിയാം ഒന്നാം ഘട്ടം, അതായത് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ ഡൽഹിയിൽ അടക്കം നടന്ന വലിയ കലാപങ്ങളും അതിന് അനവധി പേരുടെ ജീവൻ പൊരിഞ്ഞതുമായ വാർത്തകൾ നാം കേട്ടതാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തങ്ങൾ തെരുവിലിറങ്ങാൻ തയ്യാറില്ല, നിയമപരമായി പോരാടുമെന്നാൽ. ഏതായാലും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി. കേരളത്തിൽ അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞെങ്കിലും 1-1.5 വർഷം മുൻപ് കേരളത്തിൽ 2 തടങ്കൽ പാളയങ്ങളും പണിതിട്ടുണ്ട്. കാരണം എന്തും നടപ്പാക്കില്ല എന്ന് നാം ആദ്യം പറയുകയും ആദ്യം നടപ്പാക്കുകയും ചെയ്യുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. പക്ഷേ അമിത്ഷാ പറഞ്ഞത് ബംഗാളിലാണ് ഇത് ആദ്യം നടപ്പാക്കുന്നതാണ്. ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു താൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അത് ഇത് വിജ്ഞാപനം വന്ന ഉടനെ ആദ്യം തന്നെ പുറത്താക്കേണ്ട ഒരു വലിയ ലിസ്റ്റും തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഈ മാസം 8-ാം തീയതി, അതായത് 2 ദിവസം മുമ്പ് നമ്മുടെ മണിപ്പൂർ മുഖ്യമന്ത്രി ബിരൻ സിംഗ് പറഞ്ഞത് 77 പേരുടെ റോഹിംഗ്യ മുസ്ലിങ്ങളെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ചിൽ അവരെ കയറ്റിവിടുമെന്നാണ്. ഇതിൽ ആരാദ്യം എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. ഏതായാലും വോട്ട് തട്ടാൻ പലതും കാണാം. രണ്ടാം പൗരത്വ ഭേദഗതി സമരം പല രൂപത്തിൽ, പഴയതുപോലെ ഒരു കലാപാന്തരീക്ഷത്തിൽ അത് വരാനുള്ള സാധ്യതകൾ കുറവാണ്, മറ്റേതെങ്കിലും രൂപത്തിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലുമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.